ഗോൾഡ് FM കൗതുക വാർത്തകൾ. കൗതുക വാർത്തയുമായി ശ്രീകുമാർ. ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂണിന്റെ അവതാർ സിനിമ തികച്ചും ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ടുതന്നെ ആ ചിത്രം റിലീസ് ചെയ്തപ്പോൾ കുറെ പേർ അതിശയോക്തിയോടെ തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു: ഈ ചിത്രത്തിന്റെ കഥയും കഥാപാത്രങ്ങളും യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തവയല്ലേ എന്ന്. ഇംഗ്ലീഷ് സിനിമയുടെ ചുറ്റുപാട് യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം സങ്കല്പങ്ങൾക്കാണെന്ന് ആ ചോദ്യത്തിന് അന്ന് ചില നിരൂപകർ മറുപടിയും നൽകി. എന്നാൽ അന്നങ്ങനെ മറുപടി പറഞ്ഞവരുടെ ചെവിക്കൊരു നുള്ളും കൊടുത്ത് മിണ്ടാതവടങ്ങാനും ഇരുന്നോണമെന്ന് പറയാൻ പറ്റുന്ന തെളിവുമായി ജെയിംസ് കാമറൂൺ എത്താൻ പോവുകയാണ്. കാമറൂണിന് തന്റെ സിനിമയും അതിലെ കഥാപാത്രങ്ങളും വെറും പൊട്ടത്തരമല്ലെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ തെളിവ് അങ്ങ് ചൈനയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അവിടെ ചിത്രത്തിലെ പറക്കുന്ന ജീവികളായ ഇക്രാന്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. ഇനി ഈ ഇക്രാനെ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. അവതാറിലെ അന്യഗ്രഹവാസികൾ വാഹനമായി ഉപയോഗിക്കുന്ന പറക്കുന്ന ഭീകരജീവിയാണ് ഇക്രാൻ. ഇതിനോട് അതീവ സമാനത പുലർത്തുന്ന ഒരു ജീവിയുടെ ഫോസിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫോസിൽ പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരം, ഇത്തരം ജീവികൾ 120 ദശലക്ഷം മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ്. കിട്ടിയ ഫോസിലിന്റെ രൂപവും ഭാവവും താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ ഡേവിഡ് കാമറൂൺ ഭാവനയിൽ നിന്ന് രൂപം കൊടുത്ത ഇക്രാനുമായി യാതൊരു വ്യത്യാസവുമില്ലായിരുന്നു. പക്ഷേ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും കിട്ടിയിട്ടില്ല. അല്ല, അതെങ്ങനെ കിട്ടും? ഈ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത് അങ്ങനൊരു സ്ഥലത്തു നിന്നല്ലേ? ഇനി അഥവാ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടണമെങ്കിൽ ചൈന ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മാണം നിർത്തണം. ഗോൾഡ് FM കൗതുക വാർത്തകൾ.